എടക്കളത്തൂരിൽ നിന്നുള്ള ഒരു 10ാം ക്ലാസ്സുകാരൻ പയ്യന്റെ നന്മയുടെ സത്യസന്ധതയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പല വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയാം. കൈപ്പറമ്പിനടുത്ത് എടക്കളത്തൂർ ആലാട്ട് വീട്ടിൽ എ നവനീതാണ് ഒരു വലിയ മാതൃകയായി മാറിയിരിക്കുന്നത്. നവനീതിനെ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. ഈ കളഞ്ഞു കിട്ടിയ പേഴ്സിനകത്ത് ഏകദേശം 6.5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ, മാലയും കമ്മലും ഒക്കെ ആയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കാണുകയായിരുന്നു. അത് കണ്ടിട്ടും അവന്റെ മനസ്സ് ഇളകിയില്ല. അത് നഷ്ടപ്പെട്ടയാളുടെ വേദനയെക്കുറിച്ചാണ് അവനൊരു പക്ഷെ ഓർത്തിട്ടുണ്ടാവുക. എന്നിട്ട് അത് നാട്ടുകാരുടെ സഹായത്തോടെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുന്നു. പോലീസ് അടുത്ത ദിവസം അതിന്റെ ഉടമയെ കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുന്നു. മറ്റം ആളൂർ സ്വദേശിനിയായിട്ടുള്ള എടത്തറ വീട്ടിൽ ബിനു ദിലീപിന്റെ പേഴ്സാണ്, ഈ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പേഴ്സാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ബിനു ദിലീപ് മുണ്ടൂരിൽ നിന്നും ആളൂരിലേക്കുള്ള വീട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഈ പേഴ്സ് നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് അത് തിരിച്ചു കിട്ടിയപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം എത്രത്തോളമായിരിക്കും. 6.5 പവൻ സ്വർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 7 ലക്ഷം അല്ലെങ്കിൽ ഒരു 7 ലക്ഷത്തിനൊക്കെ മുകളിൽ അതിന്റെ ഒരു വാല്യൂ വരും. പക്ഷെ അത് അവരുടെ പ്രിയപ്പെട്ട ആഭരണങ്ങളാകുമ്പോൾ അത് അതിനേക്കാൾ കുറെ കൂടി വാല്യൂ ഉള്ള ഒന്നാണ്. അപ്പൊ അത് തിരിച്ചു കിട്ടിയ സന്തോഷത്തില് ഈ ബിനു ദിലീപ് ഒരു തുക, ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ, ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ കുറച്ച് പണം നവനീതിന് കൈമാറുന്നു. നവനീത് എന്ത് ചെയ്തു? അത് വീണ്ടും എടക്കളത്തൂരിലുള്ള കൃഷ്ണകുമാർ സഹായ നിധിയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് സ്വയം അടിച്ചു പൊളിക്കാം, അല്ലെങ്കിൽ എന്തായാലും കുറച്ച് പൈസ കിട്ടിയില്ലേ, അതങ്ങ് ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാമെന്ന് ചിന്തിക്കാതെ അത് എടക്കളത്തൂരിലുള്ള കൃഷ്ണകുമാർ സഹായ നിധിയിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം നവനീതിന് ഒരുപാട് അഭിനന്ദനങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ എടക്കളത്തൂർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ. കഴിഞ്ഞ ദിവസം നവനീത് പഠിക്കുന്ന പേരാമംഗലം ശ്രീദുർഗാവിലാസം സ്കൂളിലെ അധ്യാപകർ വന്ന് നവനീതിനെ അനുമോദിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ വലിയ സ്നേഹവും ആദരവും ഒക്കെ നവനീതിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സത്യസന്ധതയ്ക്കാണ് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്വർണം മുന്നിൽ കണ്ടിട്ടും മറ്റാരും അറിയാതെ അത് വേണമെങ്കിൽ സ്വന്തമാക്കാൻ അവസരമുണ്ടായിട്ടും അതൊരിക്കലും സ്വന്തമാക്കാതെ അത് നഷ്ടപ്പെട്ടു പോയ ആളുടെ മനസ്സിന്റെ വേദന അത് തിരിച്ചറിഞ്ഞ് അത് കണ്ട് നവനീത് അത് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിന് മുന്നിൽ, ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ, നവനീതിന്റെ ആ നന്മയുടെ മുന്നിൽ നാട് മുഴുവൻ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നവനീതിനും നവനീതിന്റെ കുടുംബത്തിനും ഒപ്പം ശ്രീദുർഗാവിലാസം സ്കൂളിലെ നവനീതിനെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഒരു ബിഗ് സല്യൂട്ട്.